ലഡാക്കിൽ 5 സൈനികർക്ക് വീരമൃത്യു. ലഡാക്കിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക ടാങ്ക് മുങ്ങിയ അപകടം, 5 സൈനികർക്ക് വീരമൃത്യു. നദി മുറിച്ചു കടന്ന് സൈനിക പരിശീലനം നടത്തുമ്പോൾ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയായിരുന്നു. ഗാൽവൻ താഴ്വരയ്ക്കടുത്ത് ദൗലത് ബാഗ് ഓൾഡിയിലാണ് സംഭവം ഉണ്ടായത്. ഉന്നത പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി. അപകടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുശോചനം അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ആർ.കെ., അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്തയാണ്. ഈ അപകടം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം? ആർ.കെ. ഇത് ഒരു പരിശീലനം നടത്തുന്നതിന് ഇടയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ വരെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തിയ ഒരു സംഭവം ഇപ്രകാരമാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് പുലർച്ചെ 3 മണിയോടടുത്താണ് ഈ പരിശീലനം സാധാരണ നടത്തുന്നത്. നദി കുറുകെ ഈ ടാങ്കർ ഓടിച്ചു പോവുക എന്നുള്ളതാണ് ഈ പരിശീലനം ത്തിന്റെ ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഒരു പ്രതീക്ഷിച്ച ജലനിരപ്പ്, ആ ജലനിരപ്പിനെ മുൻനിർത്തിയാണ് ഈ നദി മുറിച്ചു കടക്കാനായിട്ടുള്ള ശ്രമം നടത്താറുള്ളത്. ഇത് ഈ നിയന്ത്രണ രേഖയ്ക്ക് ഏതാണ്ട് കിലോമീറ്ററുകൾ മാത്രം ഇപ്പുറത്ത് നടക്കുന്ന പരിശീലനമാണ്. അതുകൊണ്ട് അതിന്റെ ആ ഒരു ഗൗരവവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയായിട്ടാണ് ഈ പരിശീലനം നടക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് നദിയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ 5 പേരെയും രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. പരമാവധി ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിൽ ഒരാളുടെ ഭൗതിക ശരീരം കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. ഈ വിഷയത്തിൽ വളരെ ഈ സംഭവം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ആ മേഖലയിലേക്ക് എത്തി ഇതിന്റെ മറ്റു നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലും ഇതിന് സമാനമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ വളരെ ഭാഗ്യം കൊണ്ട് ഈ സൈനികർക്ക് ആ മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള പരിശീലനത്തിനിടെ രക്ഷപ്പെടാൻ സാധിച്ചിരുന്നു. പക്ഷെ ഇത്തവണ ജലനിരപ്പ് പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ വേഗത്തിൽ കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ജലനിരപ്പ് ഉയരാൻ കാരണമായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അതും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വാർത്താക്കുറിപ്പിൽ ഉണ്ടാകും. ആർ രാധാകൃഷ്ണൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വീരമൃത്യു വെച്ച സൈനികർക്ക് ആദരം അർപ്പിക്കുന്നു. കമന്റ് ബോക്സിൽ 1-2 പ്രേക്ഷകർ.